മയക്കുമരുന്നിനെതിരായുള്ള മലയാള സിനിമാ പ്രവർത്തകരുടെ പോരാട്ടം തുടങ്ങിയെന്നാണ് തോന്നുന്നത് പൗർണമി. കാരണം ബോധമുള്ള കുറച്ചെങ്കിലും സംവിധായകരും അണിയറ പ്രവർത്തകരും നടന്മാരും നടിമാരും ഒക്കെ മലയാള സിനിമയിൽ ഉണ്ടെന്ന് പിന്നെയും തെളിയിക്കുന്നുണ്ട്. എന്തായാലും മലയാള സിനിമ പൂർണ്ണമായും മയക്കുമരുന്നിന്റെ ഈ ഒരു ആലസ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലഹരിയിൽ വീണു പോവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ണി മുകുന്ദന്റെയും അഭിലാഷ് പിള്ള, അറിയാം മാളികപ്പുറത്തിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതലും അദ്ദേഹത്തെ അറിയുക. അദ്ദേഹത്തിന്റെ സുമതി വളവ് ഇറങ്ങാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ വിൻസിക്ക് ചാൻസ് കൊടുക്കും, അതായത് ഇനി ഒരുപാട് അവസരങ്ങൾ ഇനിയും മുന്നോട്ടുണ്ട്, സധൈര്യം മുന്നോട്ട് പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാർക്കോ ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത് സധൈര്യം നടന്മാരും നടിമാരും മയക്കുമരുന്നെന്ന പോരാട്ടത്തിനെതിരെ മുന്നോട്ട് തന്നെ വരണം, ഇത് ചെയ്ത് 100% ശരിയാണെന്ന രീതിയിലാണ് പറയുന്നത്. എന്ത് തോന്നുന്നു പറഞ്ഞമേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം പലരും ഈ വിൻസി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ എല്ലാവരും തന്നെ, പലരും എന്നല്ല, ഒരു ഓൾമോസ്റ്റ് ആളുകളെല്ലാം പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നവരാണ് എപ്പോഴും ഒറ്റപ്പെടുക. അതായത് നടന്മാർക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ. അത് ഒരു പരിധിയിൽ അധികവും ശരിയാണെന്നും തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും സ്ത്രീകൾ തുല്യരാണ് പുരുഷന്മാരുമായിട്ട്, അല്ലെങ്കിൽ ഇക്വാളിറ്റിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പല കാര്യത്തിലും ആ ഇക്വാളിറ്റി വാക്കുകളിൽ മാത്രമാണ് ഒതുക്കുന്നത്. അല്ലാതെ പ്രവൃത്തിയിൽ വരുമ്പം യാതൊരു ഇക്വാലിറ്റിയും അതിലുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെയും ഇതിന് മുൻപുള്ള പല ഇൻസിഡൻസ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പ്രീവിയസ്ലി നടന്ന സംഭവങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിൻസിയെ പോലെ ഒരു നടി, അതായത് ഈ വളരെ കുറച്ച് ചുരുങ്ങിയ കാലയളവേ ആയിട്ടുള്ളൂ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്, വന്ന സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുക്കാനും മാത്രമുള്ള നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അവർ നല്ലൊരു നടിയാണ്, അതെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല നടിയാണെന്ന് അംഗീകരിച്ച് വെക്കവേ പോലും അവരെക്കുറിച്ച് ആ അംഗീകരിച്ച ആളുകൾ തന്നെ പറയുന്നത് നിന്റെ കരിയർ ഇവിടെ അവസാനിച്ചു, കാരണം ഇത്തരം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയത് കൊണ്ട് ഇനി നിനക്ക് ചാൻസ് കിട്ടില്ല. കാരണം ആ മേഖല അങ്ങനെയാണെന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ് എല്ലാവരും. അതായത് ആ മേഖലയിൽ ഉള്ളവർ പോലും, അല്ലെങ്കിൽ ആ മേഖലയെ നന്നായി അറിയുന്നവർ പോലും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടവർ നിങ്ങൾ നടത്തിക്കോളൂ, നിങ്ങൾക്കായിട്ടുള്ള അവസരം തരാൻ ഇവിടെ ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സംവിധായകരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ എന്നെപ്പോലുള്ള നടന്മാരുണ്ട് എന്ന് വിളിച്ച് പറയുന്ന ഈ നടനും ഈ സംവിധായകനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ തികച്ച ഒരു നല്ല മാതൃകയാണ്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു സംവിധായകൻ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു, അതായത് അവർ ശരിക്കും ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുന്നു, ആ മേഖലയെ സ്നേഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പറയുന്നത്, അന്നൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ശരിയായിരിക്കാം, അന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ അന്നത്തെ ലഹരി എന്താണോ അത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതൊക്കെ അന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ മലയാള സിനിമാ മേഖലയെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് പോകണം. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാക്കാർക്ക് ലഹരി സിനിമയാവണം എന്ന് പറയുകയാണ് ഈ സംവിധായകരും അല്ലെങ്കിൽ ഈ നടന്മാരും ഒക്കെ. തീർച്ചയായിട്ടും ഇനിയും പുറത്തേക്ക് വരണം, കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരണം. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് സെറ്റിൽ ഇത്തരം മയക്കുമരുന്നുകളോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതെന്ന് അറിയണം. അങ്ങനെ പുറം ലോകം അറിയുമ്പോൾ, ഒരു പക്ഷേ ഇത്തരമുള്ള വാർത്തകളെല്ലാം നടക്കുമ്പോൾ ശരിക സ്വാഭാവികമായിട്ടും സ്വന്തമായി ചിന്തിച്ച് ഓക്കെ താൻ ചെയ്യുന്ന തൊഴിലോടുള്ള ഒരു ആത്മാർത്ഥതയും തൊഴിലിടത്തോടുള്ള ആത്മാർത്ഥതയും സഹപ്രവർത്തകരോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ സ്വയം നിർത്തിയാലും മതി. ഇപ്പൊ എല്ലാവർക്കും ഒന്നും ആരൊക്കെ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നൊന്നും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ സൈലന്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിസരത്തോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുമ്പോൾ, ഇതിനെ അടിച്ചു തളിച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് ഒരു ഭൂരിഭാഗം ആളുകളും ആ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാവും. പിന്നെയും ഈ പുതുമുഖങ്ങൾ മാത്രമായിരിക്കും കാണാനുള്ളത്. അങ്ങനെ പുതുമുഖങ്ങളായിട്ട് വന്നിരുന്നവർ പലരുമാണ് ഇപ്പോൾ ഇങ്ങനെ കോർണർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംവിധായകരും നടന്മാരും ശരിക്കും ഒരു അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും. കാരണം സാധാരണഗതിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അനങ്ങത്തില്ല, അമ്മ അനങ്ങത്തില്ല, ഫിലിം ചേംബർ അനങ്ങത്തില്ല, ആരും അനങ്ങത്തില്ല. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് മാധ്യമപ്രവർത്തകർ തന്നെ വിളിച്ചു പോകണം, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിനൊന്നും പറയാനില്ല, എല്ലാവരും അന്തിച്ചർച്ച വയ്ക്കണം. നമ്മളെ പുച്ഛമാണല്ലോ മാധ്യമപ്രവർത്തകർ, വെതർ ഓൺലൈൻ ഓർ സാറ്റലൈറ്റ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ പരമ പുച്ഛമാണ് സിനിമാക്കാർക്ക്. ബേസിക്കലി വേറൊന്നും കൊണ്ട് അയ്യോ നിങ്ങളുടെയൊക്കെ ഒന്നും വാതുറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ വളച്ചൊടുക്കി. ഇപ്പം മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള നാണക്കേടുകളൊക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായത്? ഈ നാണം കെട്ട പെണ്ണ് കേസ്, അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം, ഹേമ കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയി പോകും. പച്ചയ്ക്ക് പറഞ്ഞാൽ സ്ത്രീ അല്ലെങ്കിൽ ഈ പറയുന്ന നാണം കെട്ട ലൈംഗിക അപവാദ കേസുകളൊക്കെ ഉണ്ടാക്കിയത് ആരാ? മാധ്യമപ്രവർത്തകരാണോ? അല്ല. മയക്കുമരുന്നിന്റെ ഉറവിടങ്ങൾ ഉണ്ടാക്കുന്നതും മയക്കുമരുന്നിന്റെ പ്രതികളെ ഉണ്ടാക്കിയതും ഈ ഷൈൻ ടോം ആയാലും ചെയ്യുന്നത് ഉണ്ടാക്കിയതൊന്നും മാധ്യമപ്രവർത്തകരല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ വിഷയങ്ങൾ വിൻസി പറയുമ്പോൾ വിൻസി ഉൾപ്പെടെ സ്വയം ഭയന്നിട്ടുണ്ടാവുക ഒരു സപ്പോർട്ടും ഇനി കിട്ടില്ല.
ഇതോടെ കരിയർ അവസാനിച്ചു. ഇവൻ മുതിർന്ന മുൻ മാധ്യമ മുതിർന്ന സംവിധായകരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വിൻസി ഒന്നും ആലോചിക്കാതാണോ ഇരുന്ന് പറഞ്ഞതെന്ന് പേടിച്ചത്. പക്ഷേ അവരോടുള്ള അഭിനയത്തിന്റെ ഇഷ്ടം കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹത്തെ പോലുള്ള സംവിധായകരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം മുൻ നടിമാരുടെ അനുഭവം അങ്ങനെയാണ്, തുറന്നു പറഞ്ഞവരൊക്കെ ചവിട്ടി പുറത്താക്കപ്പെടും. അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഈ മരുന്നടിക്കുന്നവന്മാരുടെ സിനിമയിലേക്ക് ഇനി ആ പെങ്കൊച്ചിന് വേഷം കിട്ടത്തില്ല, കാരണം കൂടുതൽ നടന്മാരും അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അഭിലാഷ് പിള്ള. അഭിലാഷ് പിള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു സംവിധായകൻ. സിനിമയുടെ കോക്കസിന്റെ സപ്പോർട്ട് ഇല്ലാതെ, സിനിമ കുടുംബമില്ലാതെ സ്വന്തമായിട്ട് വഴിവെട്ടി തന്നെ വന്ന ഒരു മനുഷ്യൻ അഭിലാഷ് പിള്ള. അദ്ദേഹത്തിന് മാളികപ്പുറം ആരും മറക്കാനിടയില്ല. ഉണ്ണിമൂന്നിന് ബ്രേക്ക് ത്രൂ നൽകിയ, അല്ലെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ അഭിലാഷ് പിള്ളയ്ക്കൊരു ബ്രേക്ക് നൽകിയ ഒരു പടമാണ് ഈ പറയുന്ന മാളികപ്പുറം. അതിനുശേഷം ഇറങ്ങിയ അദ്ദേഹത്തിന്റെ പടങ്ങൾ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സുമതി വളവാണ്. ആ സുമതി വളവിന്റെ അണിയറ പ്രവർത്തനത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ സിനിമ സെറ്റിൽ ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള സിനിമയെ ലഹരിയായി കാണുന്ന അണിയറ പ്രവർത്തകർക്കും നടന്മാർക്കും അല്ലെങ്കിൽ നായകന്മാർക്കും നായികമാർക്കും ഒപ്പം മാത്രമേ ഞാൻ സിനിമ ചെയ്യുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ആദ്യം ഈ ഒരു പ്രതിജ്ഞ എടുത്തത് വിൻസിയാണ്. അതിന്റെ കോലാഹലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇനി അഭിലാഷ് പിള്ളയാണ് അടുത്തത് പറഞ്ഞത്. അപ്പോഴും അഭിലാഷ് പിള്ള വാർത്താ ചർച്ചയിൽ പറയുന്നുണ്ട്, ഇത് പറഞ്ഞ ഉടനെ, ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ഉടനെ തന്നെ, അതായത് ഞാൻ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്, ലഹരി ഉപയോഗിക്കാത്ത അണിയറ പ്രവർത്തകരോടൊപ്പവും നടന്മാരോടൊപ്പം മാത്രമേ ഞാൻ ഇനി സിനിമ ചെയ്യുകയുള്ളൂ എന്ന് അഭിലാഷ് പിള്ള പറഞ്ഞതിന് ബദലായിട്ട് അദ്ദേഹത്തിന് കോളുകൾ വന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെ ഞങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയാണോ എന്ന് ചോദിച്ചതിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. ആര് നിങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു? നിങ്ങളെ ആരെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. നിങ്ങൾ ഈ വൃത്തികേടുകളൊക്കെ, അതായത് ഈ ലഹരി ഉപയോഗമൊക്കെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ സിനിമയെ ലഹരിയാക്കി കണ്ടുകൊണ്ട് സിനിമയിലേക്ക് വരൂ. അപ്പോൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകും, ഒരുപാട് സിനിമകൾ ഉണ്ടാവും. സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്ന ലഹരിയായിട്ട് എടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രവർത്തകർ, അതായത് വിൻസിയുടെ ഒരു സപ്പോർട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. വിൻസി അലോഷ്യസ് കാണിച്ച ആ ധൈര്യപൂർവ്വമുള്ള തീരുമാനത്തെ ഇനിയെങ്കിലും മലയാളത്തിലുള്ളവർ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഉള്ളവർ അംഗീകരിക്കുന്നു. കാരണം നേരത്തെ ഇനിയെങ്കിലും എന്ന് ഞാൻ പറയാൻ കാരണം, ഇനിയെങ്കിലും തെറ്റിപ്പോയി, ഇപ്പോഴെങ്കിലും. കാരണം ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങളിലൊന്നും ഈ പറയപ്പെടുന്ന പ്രമുഖ നടന്മാരോ നടിമാരോ ഈ സംഘടനാ മീൻസ് മലയാള സംഘടനാ നേതാക്കന്മാരോ ഒന്നും പ്രതികരിക്കില്ല. അവരൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പ്രാമുഖ്യം കുറഞ്ഞ നടനോ നടിയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ഇട്ടെങ്കിലായി ഉടനെ അങ്ങനെ ഇടുമ്പോൾ അദ്ദേഹത്തെ വാലെ തൂങ്ങി കുറെ തെറിയും ചീത്തയും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവിടെ സംഭവിക്കില്ല. പക്ഷെ ഇപ്പോൾ ഇച്ചിരി വ്യത്യസ്തത കാണുന്നുണ്ട്. അത് മയക്കുമരുന്നിന്റെ കേസ് ആയതുകൊണ്ട് ആദ്യം തൊട്ടേ മിൻസി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടപ്പോൾ തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഫിലിം ചേംബേഴ്സും ഒക്കെ പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേരുകൾ വരെ പുറത്തു വന്നത്. സോ ഇതൊരു നല്ല കാര്യം തന്നെയല്ലേ പറഞ്ഞു? തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ ഇത്രയും സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾ, അതായത് സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് പണ്ടും ഇപ്പോഴും ഒക്കെ. പക്ഷേ ഇത്രയും അധികം ആളുകൾ ഇതിനകത്തെല്ലാം പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ആയിരുന്നു, അതായത് പലരെ പറ്റിയുള്ള നമ്മുടെ നല്ല മുഖങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള അവരുടെ നല്ല മുഖങ്ങൾ വലിച്ചു കീറുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സിനിമാ സെറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിണങ്ങി പോകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകുന്നത്, അത് കാരണം സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തലാവുന്നത്, അല്ലെങ്കിൽ നിർത്തി വെക്കേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരെ പറ്റിയും പല ഘട്ടങ്ങളിലും ചിലർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു മലയാള സിനിമാ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് പുറം ലോകവുമായിട്ട് അറിയുന്നത്. കാരണം ഈ പറയുന്ന സംഘടനകളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളിലേക്ക് പരാതികൾ ചെല്ലുമ്പോൾ, അന്വേഷണം വരുമ്പോൾ, അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയുകയും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാവുന്നു. അപ്പോഴും പറയപ്പെടുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വിൻസി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ വിൻസി ആയതുകൊണ്ട് അത് അവർ അറിയപ്പെടുന്ന ഒരു നടി ആയതുകൊണ്ടും അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞതുകൊണ്ടും അതിനെ ഇത്രയും വലിയ ചർച്ചാ വിഷയമാക്കി. പക്ഷേ ഇതിനു മുൻപും പലരെയും പറ്റി പല സ്ഥലങ്ങളിലും പലരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടേ ഉള്ളൂ. പിന്നെ ഈ അടുത്ത നാളുകളിലാണ് ഈ ഒരു ലഹരി വ്യാപനം അതിശക്തമായി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ ആണെങ്കിലും, അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയുടെ ആണെങ്കിലും പേരുകൾ പൊങ്ങി വന്നത്. കാരണം അത്രയും വലിയ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയിൽ കഞ്ചാവ് പിടിച്ചു. പിടിച്ച അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ 2 വാക്കുകൾ, അല്ലെങ്കിൽ 2 പേരുകൾ, ആ പേരിൽ തുടങ്ങി വെച്ചതാണ്. അതിനുശേഷമുള്ള ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ പ്രകടനങ്ങളെല്ലാം നമ്മൾ പല രീതിയിൽ കണ്ടതാണല്ലോ. ഇപ്പൊ ഈ ഒരു ഓട്ടത്തിൽ നിന്നാണ് പുള്ളിക്ക് ഇപ്പൊ ഇത്രയും സഫർ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതിന് തൊട്ട് മുൻപ് നടന്ന ഇന്റർവ്യൂവിൽ വരെ
ഈ ശാരിക മുൻപ് സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകരെ വിചാരണ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്? അന്ന് ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിന് മാന്യമായിട്ടിരുന്ന് മറുപടി നൽകിയിരുന്നെങ്കിലോ? അന്ന് പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ശാരിക ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച എത്ര നിസ്സാരമായിട്ട് എത്ര കൂളായിട്ടിരുന്നാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ അന്ന് അവിടെ നിന്ന് ഓടിയ ഓട്ടം ഇതുവരെയും ഷൈന് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതൊരു ഫ്രഷ് സ്റ്റാർട്ടായിരുന്നു എന്ന് തോന്നുന്നു. അടുത്ത ഒരു എന്താ പറയാ കേസ് ഒരു ചൂണ്ടയിട്ട് കൊടുത്തതുപോലെയുണ്ട്. ആ ഓട്ടത്തിൽ ഇങ്ങനെ ലൂപ്പ് ഹോളിൽ കിടന്ന് കറങ്ങുകയാണ്. ഒരു കേസിൽ നിന്ന് എങ്ങനെയൊക്കെ അതെ വിമുക്തനായിട്ട് വന്ന് പിന്നെ വീണ്ടും അതേ രീതിയിൽ അതേ കേസിൽ തന്നെ അറസ്റ്റ് വിത്ത് ഗുഡ് എവിഡൻസ് വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പക്ഷേ അതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രമുഖ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു. വേറൊന്നുമല്ല, ഇദ്ദേഹം ഈ പൗർണമി പറഞ്ഞ പോലെ ഒരു 3-4 ദിവസം മുമ്പ് ഒരു മനോഹരമായ ഇന്റർവ്യൂ ആയിരുന്നു. ഒരു നല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി തീരേണ്ട ഒരു ഇന്റർവ്യൂവിനെ ആ അവതാരകൻ അവിടെ ഇരുന്ന് വധിച്ച് അയാളെ വളരെ തളർത്തിക്കൊണ്ട് സ്വന്തം ഒരു എന്താ പറയുന്ന ഒരു ഡിക്റ്റേറ്ററിനെ പോലെ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ആക്കിയത് മാധ്യമപ്രവർത്തകരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ ഇറങ്ങിപ്പോരുന്ന ഷൈൻ ടോമിനെ പെട്ടെന്ന് അങ്ങനെ ആരും മറക്കാൻ സാധ്യതയില്ല. ആ ഷൈൻ ടോം ഇന്ന് തല കുമ്പിട്ടുകൊണ്ട് അതേ മാധ്യമപ്രവർത്തകരുടെ മുമ്പിലൂടുകൂടി പോലീസ് ജയിലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം? ആര് പറഞ്ഞതാണ് കള്ളങ്ങൾ? ആരാണ് ഇവിടെ ഷൈനെ കുറ്റക്കാരനാക്കിയത്? മാധ്യമപ്രവർത്തകർ അതൊന്നും ചെയ്തില്ല. ഇനിയെങ്കിലും ഷൈൻ ഇതൊക്കെ കുറ്റവിമുക്തനാക്കി, അല്ലെങ്കിൽ തൻ്റെ ഇനിയെങ്കിലും ഇതൊക്കെ ഈ പരിപാടിയൊക്കെ നിർത്തി ഒരു നല്ല നടനായിട്ട്, തീർച്ചയായിട്ടും നല്ല നടനാണെങ്കിൽ നല്ല ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ സ്വീകരിക്കാൻ ഒരു ആവശ്യമില്ല. കാരണം കഴിവുള്ള നടൻ തന്നെയാണ് ഷൈൻ, അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ താങ്കളുടെ ഈ മോറൽ സൈഡ് ഇതൊരു സമൂഹത്തിന് തന്നെ ബാധ്യതയും സമൂഹത്തിന് തന്നെ ഒരു ശാപവുമാണ് ഈ മയക്കുമരുന്നത്. ആ ശാപം ഇന്നിപ്പോൾ കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് താങ്കൾ ഒരു കാരണക്കാരനായി എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ട്. എന്ന് തന്നെ ആയാലും താങ്കൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാക്കിക്കൊണ്ട് ഇനിയിപ്പോൾ ജയിലിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ ഇതെല്ലാം മാറ്റി ഒരു ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി താങ്കൾ ഇനിയും സിനിമാ ജീവിതം തുടങ്ങാൻ സാധിക്കട്ടെ നമ്മൾ ആശംസിക്കുന്നു.